അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ദിവ്യ, സ്ഥലം പന്തളം. ഇതെൻ്റെ ഹസ്ബൻഡ് ജയൻ, ഇത് ഞങ്ങളുടെ മോൻ, പേര് ദേവപ്രയാഗ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഒക്ടോബർ 22-ാം തീയതിയാണ്. ശരിക്കും ഞങ്ങൾക്ക് ഒന്നാമതൊരു കുഞ്ഞുണ്ട്, അവൾക്കിപ്പോൾ 10 വയസ്സുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുമായിരുന്നു. അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആകുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു വലിയ 3-4 ഹോസ്പിറ്റലുകളിൽ ഒരു 2-3 വർഷമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ എന്നിട്ടൊന്നും ഡോക്ടർമാർ പറഞ്ഞ് എനിക്ക് ഹോർമോൺ പ്രോബ്ലം ഉണ്ട്, അപ്പം നോർമലായിട്ട് എന്തായാലും നടക്കത്തില്ല. IVF പിന്നെ വേറെ IUI അങ്ങനത്തെ എന്തെങ്കിലും കൃത്രിമ മാർഗ്ഗങ്ങളിലൂടെ മാത്രമേ കുഞ്ഞുണ്ടാകത്തുള്ളൂ എന്ന് എല്ലാ ഹോസ്പിറ്റലിലും ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിവിടെ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് ആ ഉടമ്പടി എടുത്ത് ആ മാസം തന്നെ ഞാൻ ഗർഭിണിയായി. എന്നിട്ട് ഒരു 1-2 മാസം ആകാറായിട്ടും കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ആയില്ല. പക്ഷേ എനിക്ക് ഒട്ടും പേടിയില്ലായിരുന്നു, കാരണം എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു ഇത് മാതാവ് തന്ന കുഞ്ഞാണ്, അപ്പോൾ അതിന് ഹാർട്ട് ബീറ്റ് ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ഇന്നും മാതാവിൻ്റെ ഹൃദയത്തിൽ, മാതാവിൻ്റെ കയ്യിലിരിക്കുന്ന തിരുഹൃദയത്തിൽ നോക്കി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയുമായിരുന്നു, മാതാവ് ഈ ഹൃദയം എൻ്റെ കുഞ്ഞിന് നൽകണേന്ന്. അങ്ങനെ രണ്ടാമത് സ്കാൻ ചെയ്യാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ട് ബീറ്റ് ആയിട്ടില്ല, നമുക്ക് 2 ആഴ്ചയും കൂടെ വെയിറ്റ് ചെയ്യാം, അതിനപ്പുറം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ ഡോക്ടറിന് ശരിക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഉടമ്പടി എടുക്കുന്നതിനൊക്കെ മുമ്പ് 2-3 വർഷം മുമ്പ് ഒരു കുഞ്ഞ് ഇതുപോലെ 2 മാസമായിട്ട് ഹാർട്ട് ബീറ്റ് ആവാഞ്ഞിട്ട് വയറ്റ് വെച്ച് തന്നെ തനിയെ അത് അബോർഷനായി പോയതാണ്, നമ്മൾ ചെയ്തതല്ല, തനിയെ ആ കുഞ്ഞ് മരിച്ചു പോയതാണ്. പിന്നെ അതിനെ എടുത്ത് കളയേണ്ടി വന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും എന്നാണ് ഡോക്ടർക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും പേടിയുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അച്ഛനെ വന്ന് കണ്ടു. അപ്പോൾ ജോസഫ് അച്ഛന് സെയ്ത്ത് പൂശി പ്രാർത്ഥിച്ചു, മോളൊട്ടും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ കാശ് രൂപമായിട്ടാണ് രണ്ടാമത് സ്കാൻ ചെയ്യാൻ പോയത്. അപ്പം വളരെ നല്ല രീതിയിൽ ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു കുഞ്ഞിന്. അത്രയും നാളത്തെ വളർച്ചയുണ്ടായിരുന്നു, ഒട്ടും കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ പ്രഗ്നൻസി കാലഘട്ടത്തിൽ എനിക്ക് ഭയങ്കര ഛർദ്ദിലും ഭയങ്കര അസ്വസ്ഥതയും ഒക്കെ ആയിരുന്നു, ജോലിക്ക് പോകാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അതും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അച്ഛനെ വന്ന് കാണുകയും ചെയ്തു. അങ്ങനെ അടുത്ത ആഴ്ച മുതൽ തന്നെ എനിക്ക് 8-8.5 മാസത്തോളം ഓഫീസിൽ പോകാൻ പറ്റി. എനിക്ക് ഒരു ബുദ്ധിമുട്ടോ ക്ഷീണമോ തളർച്ചയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഷുഗർ കൂടുതലായിരുന്നു. അപ്പോൾ ഡോക്ടർ ആഹാരമൊക്കെ വളരെ കുറച്ചേ കഴിക്കാവൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മോന് പ്രീമച്ചറായിട്ടാണ് ഉണ്ടായത്. പക്ഷേ അപ്പോഴും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ആഹാരം ഒന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ കുഞ്ഞിന് തൂക്കക്കുറവാണോ എന്ന് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടായപ്പോൾ കുഞ്ഞിന് 3 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. ഡോക്ടർമാർക്കും ഭയങ്കര അതിശയമായിരുന്നു. ഡോക്ടർ പറഞ്ഞു വളരെ അതിശയമാണല്ലോ എന്ന് പറയുകയും ചെയ്തു. കുഞ്ഞിന് NICUവിൽ 1 ആഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളും കൂടുതൽ ദിവസം വെക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ കുഞ്ഞിനെ എല്ലാ ദിവസവും എനിക്ക് പോയി കാണാൻ പറ്റുമായിരുന്നു ഫീഡ് ചെയ്യാനായിട്ട്. അപ്പോഴൊക്കെ ഞാൻ തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് കുഞ്ഞിനെ 1 ആഴ്ച ആയപ്പോഴേക്കും ഡിസ്ചാർജ് ചെയ്തു. ഇപ്പോൾ അവന് ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യമുള്ള കുഞ്ഞാണ്. അതുപോലെ രാത്രിയിലൊക്കെ ആണെങ്കിലും വഴക്കൊന്നുമില്ല. ഞാൻ അതും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മൂത്ത മോള് ഭയങ്കര വഴക്കായിരുന്നു രാത്രിയൊക്കെ. അപ്പോൾ ഈ കുഞ്ഞ് വഴക്കൊന്നും ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ രാത്രിയിലൊന്നും അവന് വഴക്കും വാശിയൊന്നുമില്ല. അങ്ങനെ ഒരു മാതാവിന് ഈ അനുഗ്രഹം തന്നതിന് മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ജോലി സ്ഥലത്ത് എന്തോ അലർജിയുടെ ആയിരുന്നു. ശ്വാസമുട്ടലും ദേഹത്തൊക്കെ ചൊറിഞ്ഞു തടിക്കലുമായിട്ട് ഉറക്കത്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് തൈലമൊക്കെ പൂശി കൊടുക്കുമായിരുന്നു. ഉപ്പും ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു ജോലി സ്ഥലത്ത്. അതൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറി. അവിടുന്ന് ട്രാൻസ്ഫറായി കുറച്ചുകൂടെ വീടിനടുത്തുള്ളൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായി. ഇപ്പം ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നമ്മുടെ അടൂർ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയി രോഗികളെ കാണുകയും അവിടെ എല്ലാം പത്രം കൊടുക്കുകയും ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ വീടിനടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും. എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ പ്രത്യേകിച്ച് മക്കളില്ലാതെ വിഷമിക്കുന്നവരോട്, കാരണം എനിക്ക് കുഞ്ഞിനെ കിട്ടിയ അനുഗ്രഹം ബാക്കിയുള്ളവർക്ക് കൂടെ കിട്ടണമല്ലോ എന്നുള്ളത് വെച്ചിട്ട് മക്കളില്ലാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട്. അവരെയൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ സഹായം ചോദിച്ചു വരുന്ന ആരെയും ഞങ്ങൾ വെറും കൈയോടെ വിടാറില്ല. നമ്മളാൽ പറ്റുന്ന സഹായമൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. 13:6